ഓഹരിവണ്ണം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ആയിരുന്നു ബഡ്ജറ്റ്. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് എങ്കിലും ഓവറോൾ മാർക്കറ്റ് അതിനോട് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്കറിയാം ബഡ്ജറ്റിൻ്റെ അന്ന് ചെറിയ രീതിയിലുള്ളൊരു സെല്ലിങ് വന്നു എന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ഡേയിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സെല്ലിംഗ് ഒക്കെ റിക്കവർ ചെയ്തുകൊണ്ട് തന്നെ പുതിയ ഹൈ ഇല്ലെങ്കിൽ ആ ഒരു വീക്കിൽ തന്നെ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ട്. സോ എന്താ പറയുക, മാർക്കറ്റ് ആ ഒരു ബഡ്ജറ്റിനെ പോസിറ്റീവായി എടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ കഴിഞ്ഞ ആഴ്ച പെർഫോം ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ ആ ഒരു ബഡ്ജറ്റ് ഡേയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ പ്രധാനമായും എന്താ പറയുക ഏത് സെക്ടറിലാണ് ന്യൂസ് വന്നിട്ടുള്ളത്. അപ്പം ആ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമ്മുടെ വരാൻ പോകുന്ന ഒരു പ്രധാന ഇവൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂലൈ 31 US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് 1-ാം തീയതി ആയിരിക്കും, അതായത് ആഗസ്റ്റ് 1-നായിരിക്കും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പം ആ ഒരു കാര്യം ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവരൊക്കെ ഓർത്ത് വെക്കുക. ഒരു വോളറ്റാലിറ്റിക്കുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രധാന ഇവൻ്റ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാർമ സെക്ടറും ഇല്ലെങ്കിൽ നിഫ്റ്റി IT സെക്ടറും പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പം അത് രണ്ടും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ നോക്കുന്ന ഒരു പ്രധാന സെക്ടറാണ്, ഇല്ലെങ്കിൽ വരുന്ന കുറച്ച് കാലത്തേക്ക് നമ്മൾ നോക്കുന്ന ഒരു പ്രധാന സെക്ടറാണ് ഇൻഷുറൻസിൻ്റേത്. ഇല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് പല സ്റ്റോക്കുകളിലും കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ചാർട്ടുകളും അതിനോടൊപ്പം തന്നെ ഇൻഡെക്സിൻ്റെ ആയാലും അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ള തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഇവിടെ ഏകദേശം നമുക്ക് നെക്സ്റ്റ് വീക്ക് ഓവറോൾ സെല്ലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 23-ാം തീയതി ബഡ്ജറ്റിനോടനുബന്ധിച്ചിട്ടുള്ളൊരു വോൾട്ടാലിറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏതായാലും ഇതാണ് മൺഡേ ക്യാൻഡിൽ 22. സോ ചെറിയ രീതിയിലുള്ളൊരു സെല്ലിംഗ് വന്നു എന്നുണ്ടെങ്കിലും ഫ്രൈഡേ അത് റിക്കവർ ആവുകയും ഏകദേശം ഒരു ഓൾ ടൈം ഹൈയോട് അടുപ്പിച്ച് തന്നെ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സോ 24,800 850 ലെവലായിരിക്കും റെസിസ്റ്റൻസ്. നെക്സ്റ്റ് നമുക്ക് 25,000 ആയിരിക്കും അപ്പർ സൈഡിലൊരു റെസിസ്റ്റൻസ് വരിക. അതായിരിക്കും നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. പിന്നെ ഓവറോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇലക്ഷൻ്റെ അന്ന് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പം വലിയ രീതിയിലുള്ളൊരു സെല്ലിങ് വന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ഫോളോ ത്രൂ വന്നില്ല. ആക്ച്വലി നമുക്ക് എന്താ പറയുക, മാർക്കറ്റിന് സെല്ല് ചെയ്യണം എന്നുണ്ടെങ്കിലും എന്താ പറയുക, ഒരു മോഡി ഗവൺമെൻറ്റിന് മെജോറിറ്റി ഇല്ല എന്നുള്ളൊരു പേരിൽ വേണമെങ്കിൽ സെല്ലിങ് വരാമായിരുന്നു. അപ്പം അത് വന്നിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പം ബഡ്ജറ്റിൻ്റെ അന്നാണെന്നുണ്ടെങ്കിലും ഇപ്പം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ മാർക്കറ്റിന് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് എടുക്കാം. പക്ഷേ അതിനെയൊക്കെ നെഗറ്റീവായിട്ട് എടുക്കുന്നതിനേക്കാൾ ഉപരി എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് സ്റ്റിൽ മാർക്കറ്റ് അപ്സൈഡ് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സെല്ലിങ് വരാനുള്ള 2 കാരണങ്ങൾ ഉണ്ടായിട്ടും സെല്ലിങ് വരാത്തത് കൊണ്ട്, സോളിഡ് റീസൺ ഉണ്ടായിട്ടും സെല്ലിങ് വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഓവറോൾ നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷാണ്. വരുന്ന കാലങ്ങളിലൊന്നും വലിയൊരു സെല്ലിംഗ് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതിൻ്റെ പുറത്തെങ്ങാനും സെല്ലിംഗ് വന്നാലേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഓവറോൾ സൈഡ് വേസ് ആണ്. ഏകദേശം ലാസ്റ്റ് 1.5 മാസമായിട്ട് ഇല്ലെങ്കിൽ ജൂൺ 1 തൊട്ട് ഇപ്പം 2 മാസമായിട്ട് സൈഡ് വേസ് തന്നെയാണ്. അപ്പർ സൈഡ് 53,500 ആണ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. ലോവർ സൈഡ് ഈ ഒരു 45,800 ഇല്ലെങ്കിൽ 46,000 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി സ്മോൾ ക്യാപ്പിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബഡ്ജറ്റ് ഡേയിൽ വലിയ രീതിയിലുള്ളൊരു സെല്ലിങ് വന്നു. ഇത് നമ്മളുടെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു റേഞ്ചാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. സോ ഏകദേശം ആ ഒരു ലെവൽ റീടെസ്റ്റ് നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് വന്നു, അതേപോലെ തിരിച്ച് കയറി. ലാസ്റ്റ് വീക്ക് നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് സ്മോൾ ക്യാപ്പ് തന്നിട്ടുള്ളത്. സിമിലർ ആയിട്ടുള്ള ചാർട്ട് തന്നെയായിരിക്കും മിഡ് ക്യാപ്പ്. അതുകൊണ്ട് ഞാൻ മിഡ് ക്യാപ്പിലോട്ട് പോകുന്നില്ല. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് ഫാർമ. ലാസ്റ്റ് 5 ഡേയ്സും ലാസ്റ്റ് വീക്ക് 5 ദിവസവും എന്താ പറയുക ഒരു അപ്സൈഡ് തന്നെയായിരുന്നു ഫാർമ ഇൻഡെക്സ് മൂവ് ചെയ്തത്. സ്റ്റിൽ അപ്സൈഡ് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാർമ ബീസ് കൺസിഡർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി IT ലാസ്റ്റ് വീക്കും പോസിറ്റീവായിരുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 4 ഡേയ്സ് കൺസോൾട്ടേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും ഫ്രൈഡേ ഒരു ബ്രേക്ക് ഔട്ട് തരികയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 52 വീക്ക് ഹൈ ഇല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ തന്നെ
ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റി IT ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചു. സോ ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളവർക്ക്, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളവർ, എന്താ പറയുക, നോക്കുന്നവർക്ക് IT ബീസും അതേപോലെ തന്നെ ഫാർമ ബീസും, ഇല്ലെങ്കിൽ ഈ രണ്ട് സെക്ടറിലെ സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല. ഇനി നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്കിപ്പം NIACL നോക്കുവാണെങ്കിൽ, അതായത് ദ ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം എന്താ പറയുക, ഇൻഷുറൻസ് ഫിനാൻസ് ആണ് ഇത് വരുന്നത്. എനിവേ ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഈ ഒരു ചാർട്ടിൽ കാണുന്നുണ്ട്. ഞാൻ ഈ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ ICICI Prudential നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയും ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് പോയിൻ്റ് ഉണ്ടായിരുന്നു. ഇവിടെ അത് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. വീണ്ടും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഏതാണ് SBI ലൈഫ് ഇൻഷുറൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു മൊമെൻറ്റം ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ ഈ ഒരു ജൂലൈയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ GICRE, അതായത് ജനറൽ ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, GICRE ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെയും ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റീസ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു ഓവറോൾ ഇത് മൊത്തത്തിൽ അപ്പോൾ ഒരു ഇൻഷുറൻസ് സെക്ടറിൽ ഒരു മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം IT സെക്ടറും ഫാർമ സെക്ടറൊക്കെ കൺസിഡർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ നോക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എല്ലാ സ്റ്റോക്കുകളിലും ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട്. അതിനുള്ളിൽ GICRE എന്ന് പറയുന്ന സ്റ്റോക്ക് ഈ ഒരു 410 മുതൽ ഒരു 440 വരെയുള്ളത് റെസിസ്റ്റൻസ് സോണാണ്. ഇല്ലെങ്കിൽ ഈ ഒരു ജൂലൈ മന്തിൻ്റെ ഹൈ എന്ന് പറയുന്നത് 434.5 ആണ്. അപ്പോൾ ആ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തുകൊണ്ടൊക്കെ ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ NIACL ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഇവിടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20% അടുത്ത് സ്റ്റോപ്പ് ലോസോട് കൂടി ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാം. അപ്പം ഒരു സിംഗിൾ സ്റ്റോക്കിൽ പോകാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ 50% NIACL, 50% GICRE, അല്ലെങ്കിൽ ICICI Prudential ഏതാണോ നിങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ളത് അതിനുള്ളിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് ട്രേഡ് ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, BEPL എന്ന് പറയുന്നത്. സ്റ്റിൽ ഇത് സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ്, ഏകദേശം 2018 മുതലുള്ളതാണ്. അതിനുശേഷം അവിടെ നിന്ന് ചെറിയ രീതിയിലുള്ളൊരു സെല്ലിങ് വന്നു, വീണ്ടും ആ ഒരു സോണിൽ നിന്ന് റിക്കവർ ആയി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിന് സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു BEPL എന്ന് പറയുന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇന്ത്യ സിമെൻറ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് ഓൾറെഡി ഒരു 10% മുകളിൽ അപ്സൈഡിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. ബട്ട് സ്റ്റിൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാർക്കറ്റിൻ്റെ കണ്ടീഷൻ കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങളാലൊക്കെ ഒരു ഡിപ്പ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. മുഴുവൻ പൈസയും പോയിട്ട് ഈ ഒരു ടോപ്പ് ലെവലിൽ എൻട്രി കൺസിഡർ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ കൺസിഡർ ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഒരു ടെസ്റ്റിംഗ് പൊസിഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പക്ഷേ നിങ്ങൾ ഒരു ഡിപ്പിലൊക്കെ കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് ഓൾറെഡി അതിൻ്റെ എൻട്രി പോയിന്റിൽ നിന്ന് ഒത്തിരി കുറച്ച് മുകളിലാണ്. അതുകൊണ്ട് തന്നെ മേ ബി അതൊരു റീടെസ്റ്റിനൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം സ്റ്റോപ്പ് ലോസ് എടുത്ത് ഇറങ്ങേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് എൻട്രി ലെവലിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. സോ ഈ ഒരു ഇന്ത്യ സിമെൻറ്റ് എന്ന് പറയുന്ന സ്റ്റോക്കും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മളുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് VPRPL ആണ്, വിഷ്ണു പ്രകാശ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ടിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടി കൺസിഡർ ചെയ്യാം, ഒരു 20% സ്റ്റോപ്പ് ലോസിലൊക്കെ. ഇനി അടുത്ത ഒരു പ്രധാന സെക്ടർ ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ്. അടുത്തൊരു പ്രധാന സെക്ടർ ഉണ്ട്. ആ ഒരു സെക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സ്വിംഗ് ട്രേഡിംഗ് മെൻറ്റർഷിപ്പ് ഓഗസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ വരുന്ന ഒരാഴ്ചയോടുകൂടി, ഇല്ലെങ്കിൽ നെക്സ്റ്റ് 2-3 ഡേയ്സിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും.
അപ്പോൾ ഒരു 2 മന്ത് പ്രോഗ്രാം ആയിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് മേ ബി ഒക്ടോബർ നവംബറിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ഈ ഒരു താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കതിൽ ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ പേയ്മെൻറ്റിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ കൂടെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബ്രൗഷറും കാര്യങ്ങളൊക്കെ കാണണം അല്ലെങ്കിൽ അറിയണം, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. സോ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് കൺസിഡർ ചെയ്യാം. ഇനി ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇനി സെക്ടറിലോട്ട് കടക്കുന്നതിന് മുമ്പേ നോർമലി നമ്മളോട് പല ആൾക്കാരും ചോദിക്കുന്നതാണ് ഈ 20% സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിന് നിരവധി എക്സാമ്പിൾ ഉണ്ട്. 10,000 കണക്കിന് സ്റ്റോക്കുകൾ നമുക്ക് 10,000 കണക്കിന് മൂവ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്താണ് എത്രയോ സ്റ്റോക്കുകൾ നമ്മൾ 100-200% എടുത്തിട്ടുണ്ട്. പല ആൾക്കാരും കണ്ടിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഒരു 20% അല്ലെങ്കിൽ 15% സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ പറഞ്ഞതെന്ന് തോന്നുന്നു. പക്ഷേ വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു 50% എടുത്ത് നമുക്ക്, അതായത് 1:2, 1:3 ഒക്കെ തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എൻട്രി എടുക്കുന്നത് ലാർജർ ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ലാർജർ ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ടാർഗറ്റ് സ്റ്റിൽ ഈ ഒരു 50% കൊണ്ടൊന്നും കഴിഞ്ഞില്ല. ഇനിയും മേ ബി അത് 100, 150, 200% ഒക്കെ മൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ലാർജർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുമ്പം ഇല്ലെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഷോർട്ട് ടൈം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ 20% സ്റ്റോപ്പ് ലോസിൽ എൻട്രി എടുത്തു കഴിഞ്ഞാലൊന്നും യാതൊരു വിധത്തിലുള്ള തെറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്യുക. മുഴുവൻ പൈസയ്ക്കും ഒരു സിംഗിൾ സ്റ്റോക്കിൽ കയറി 20% സ്റ്റോപ്പ് ലോസ് വെക്കാമെന്നൊക്കെ ചിന്തിച്ചാൽ അത് വളരെ വലിയൊരു മണ്ടത്തരമായി പോവുകയും ചെയ്യും. ഇനി അടുത്ത എനിക്ക് പറയാനുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റി PSU ബാങ്കാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, സാധിച്ചില്ല. അപ്പം ഈ ഒരു PSU ബാങ്കിൽ ഒരു മൊമെൻറ്റം സ്റ്റാർട്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മുതൽ ജൂലൈ വരെ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഈ ഒരു സെക്ടറിൽ തന്നിട്ടില്ല. സോ ഇനി മാർക്കറ്റ് അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നിഫ്റ്റി ഫാർമയോടും അതേപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടറിനോടും IT സെക്ടറിനോടൊക്കെ ഒപ്പം തന്നെ ഒരു മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ സെക്ടറാണ് നിഫ്റ്റി PSU ബാങ്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു സെക്ടറിലും ഇല്ലെങ്കിൽ ഈ ഒരു സെക്ടറിലുള്ള സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ലേണിംഗ് പർപ്പസിനും സ്റ്റഡി പർപ്പസിനും വേണ്ടിയിട്ടൊക്കെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.